രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് കയറും. വയ്യായെങ്കിൽ കിടന്നു പറയും. പിന്നെ നമ്മളെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല. അയ്യപ്പൻ്റെ മുന്നിൽ അവർ തന്നെ എഴുന്നേക്കാൻ പറ്റും. അവരുടെ അതൊന്നും അയ്യപ്പൻ്റെ ശക്തി. നമ്മൾ ഒരു 10 ദിവസം ചുമക്കാൻ പറ്റും. കാലുവേദനയാവും. വീട്ടിൽ പോയിട്ട് 2-3 ദിവസം ഇരിക്കും. പിന്നെയും വന്ന് പണി റെസ്റ്റ് എടുക്കും. എന്തായാലും പിള്ളേർക്ക് അടി മേടിക്കാനാണ് നമ്മൾ ഈ മഴയത്ത് ഇതിൽ കിടന്ന് നമ്മൾ കഷ്ടപ്പാടുപെടുന്നത്. 30 വർഷം കൊള്ളും പണിയെടുക്കാൻ. 30 വർഷമായി വന്ന് തുടങ്ങിയിട്ടല്ലേ? 175 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ കയറ്റി ഇറക്കുന്നത്. വന്ന സമയത്ത് ആ സമയത്തില് ഇപ്പം ഈ പോലെ സമയത്തില ഈ എന്താ മഴ എന്താ വെള്ളം വന്നാലും ഇതിലെയാ കിടക്കുന്നത്. ഭയങ്കരമായ അട്ടയും പാമ്പും കിടക്കും. വർഷങ്ങളായി ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന പ്രായമായവർക്കും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർക്കും വലിയൊരു ആശ്രയമാണ് 4 പേർ ചേർന്ന് ഒരാളെ കസേരയിലിരുത്തി ചുമന്ന് മല കയറ്റി കൊടുക്കുന്ന ഡോളി സർവീസുകാർ. ഇവരിൽ ചിലർ അമിത കൂലി ഈടാക്കുന്നു എന്നൊരു പരാതി ഹൈക്കോടതിയിലെത്തിയതിനെ തുടർന്ന് ഈ ഡോളി സർവീസ് ഒരു പ്രീപെയ്ഡ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനും കൊടുത്തിരുന്നു. ഇത് പ്രകാരം ആളുകളുടെ തൂക്കം കണക്കാക്കി 3 വിഭാഗങ്ങളിലായി തുക നിശ്ചയിച്ച് പ്രീപെയ്ഡായി ഇവിടെ നിന്നോ ഓൺലൈനായോ ഡോളി ബുക്ക് ചെയ്യുവാനും ആഴ്ചയിലൊരിക്കൽ കൂലി തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്തുവാനുമുള്ള തീരുമാനം നടപ്പാക്കാനിരിക്കെയാണ് തൊഴിലാളികൾ ഈ തീരുമാനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മിന്നൽ പണിമുടക്കും സമരവുമായി എത്തിയത്. അവശരായ ഒരുപാട് ഭക്തജനങ്ങൾ സന്നിധാനത്തും പമ്പയിലുമായി അന്നേ ദിവസം കുടുങ്ങുകയും ചെയ്തു. ഇത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനിടയാക്കുകയും ചെയ്തു. തീർത്ഥാടന കാലയളവിൽ അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും മേലിൽ ഇത്തരം പ്രവൃത്തികൾ പാടില്ല എന്നും ഇത് സമരത്തിനുള്ള സ്ഥലമല്ല എന്നുമാണ് കോടതി പറഞ്ഞത്. ഇതിന്റെ വിശദമായ റിപ്പോർട്ടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മറ്റും തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഡോളി സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയപ്പോൾ ഇവരിൽ ചിലരോട് അവരുടെ പ്രശ്നങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. നമസ്കാരം. ഇപ്പോൾ നമുക്ക് ഈ ഡോളിയുടെ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു ദിവസം എത്ര ട്രിപ്പ് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും? 2 ട്രിപ്പ് 3 ട്രിപ്പ് കയറും. 2 ട്രിപ്പ് 3 ട്രിപ്പ് കയറും. വയ്യായെങ്കിൽ കിടന്നു പറയും. പിന്നെ നമ്മളെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല. അയ്യപ്പൻ്റെ മുന്നിൽ അവർ തന്നെ എഴുന്നേക്കാൻ പറ്റും. അവരുടെ അതൊന്നും അയ്യപ്പൻ്റെ ശക്തി. അപ്പോൾ ഒരു ട്രിപ്പിന് എത്ര, അതായത് ഒന്ന് കയറി ഇറങ്ങണതിന് അപ്പ് ആൻഡ് ഡൗൺ 6500 രൂപ. ദേവസ്വം ബോർഡിൽ നിന്ന് വന്ന് 500 രൂപ അവർക്ക് അടയ്ക്കണം. നമ്മൾ കൊണ്ടുപോയാൽ 500 രൂപ അവർക്ക് അടച്ച് രസീത് വായിക്കും. നമ്മൾ അവർക്ക് പാസ് തന്നിട്ടുണ്ട്. പാസ് ഇല്ലാതെ അവർ പണി ചെയ്യാൻ പറ്റത്തില്ല. അത് കേരള ദേവസ്വം ബോർഡ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് 500 രൂപ അവർക്ക് എങ്ങനെയാലും അടച്ചാകണം. സ്വാമിയുടെ കുറഞ്ഞ് 2000 രൂപ 2500 രൂപ കൊടുത്താലും നമ്മൾ അവരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. എങ്ങനെയാലും 250 രൂപ അവർക്ക് അടച്ചാകണം. ദേവസ്വം ബോർഡിന് 250 രൂപ അവർക്ക് അടച്ചാകണം. റിട്ടേൺ വരുമ്പോഴത്തേക്ക് 1500 രൂപയ്ക്ക് എടുക്കും. 1000 രൂപയ്ക്ക് കൂടെ താഴോട്ട് കൊണ്ടുവരും. അത് അവരുടെ അടുത്ത് സ്വാമി കുറേ പൈസ കൊടുക്കുന്നേ എന്നിട്ട് പറയാൻ പറ്റത്തില്ല. അവർക്ക് എങ്ങനെയാലും 250 രൂപ അടയ്ക്കണം. നമ്മൾ ഇത് കസാരയല്ല, നമ്മൾ സ്വന്തം കാശ് വാങ്ങിക്കും. ഒരു കസാര ഇവിടെ വരണ് കട 2 കമ്പ് എല്ലാം കൊണ്ടുവന്നെങ്കിൽ 14000 രൂപ വേണം. 14000 രൂപ വേണം. ഇത് 4 പേര് വാങ്ങിച്ചാണ് മുതൽ വയ്ക്കുന്നത്. 14000 രൂപ നമ്മൾ ഈ സൈഡിലാണ് കിടക്കുന്നത്. ഇപ്പം രാത്രിയിൽ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? രാത്രിയിലെ കിട്ടുവാണെങ്കിൽ രാത്രി കയറി പോകും. അത്യാവശ്യക്കാർ വന്നാൽ കയറി പോകും. സമയം പറയാൻ പറ്റില്ല. എപ്പോൾ കിട്ടുമല്ല അതൊന്നും പറയാൻ പറ്റില്ല. രാത്രി നമ്മൾ ഉറക്കത്തിരിക്കും. സ്വാമി വന്ന് വിളിക്കും. അന്നേരം നമ്മൾ പറ്റത്തില്ലെന്ന് പറയില്ല. നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ അടുത്ത ആൾ എടുക്കും. നിങ്ങൾ പോവുകയാണെങ്കിൽ പോകും. നിങ്ങൾ 4 പേര് കയറി പോകാന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾക്കിടയ്ക്ക് ഒരു വയ്യാഴിക വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ കിടക്കുകയാണെങ്കിൽ വേറെ ആളെ വിളിക്കും. അത് നമ്മളവിടെ ഹാൾട്ട് ചെയ്യും ആ സമയത്തല്ലേ വരുന്നവരെ അല്ലേ? ഒരാളെ വിളിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഒരാൾക്ക് വേറെ വയ്യാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ കൂട്ടുകാരെ ആരെങ്കിലും ഒരാൾക്ക് വയ്യായി പോയി ഒരാൾ കയറി വേണമെന്ന് പറഞ്ഞ് നമ്മൾ ബന്ധത്തിൽ നമ്മൾ അടുത്തുള്ളവർ ഒരാളെ വിളിച്ച് പറയും. അപ്പോൾ അന്നേരം അവർ കയറി പോകും. 2 പേർക്ക് കാലം വയ്യായി വീട്ടിൽ പോകണമെങ്കിൽ വേറെ ടീമുകളായിട്ട് വേറെ 2 പേരായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ ചുമ്മാ. ഇപ്പം നമ്മുടെ ഈ ജീവനക്കാരുടെയൊക്കെ നമ്മളോടുള്ള ഇടപെടലൊക്കെ വളരെ മാന്യമായിട്ടുള്ള ഇടപെടലാണോ എല്ലാവരുടെയും? അല്ല നമ്മളോടുള്ള സമീപനം നല്ല രീതിയിലാണോ എന്ന് ചോദിക്കാറ്? എല്ലാം നല്ല രീതിയിലാണ് അല്ലേ? ഇവിടെ തന്നെ ഈ വഴിയേരി തന്നെ നിങ്ങൾ കിടക്കും? ഈ വഴി തന്നെ മഴ പെയ്ഞ്ഞാലും ഇവിടെ തന്നെ ഞങ്ങൾ കിടക്കും. ഒരു 60 ടോളിക്കാരെ നീരുമില്ല. നിങ്ങൾക്ക് വേറെ സൗകര്യം എതുമേ ഇല്ല. ഉടനെ
അവർക്ക് 250 രൂപ പൈസ അടയ്ക്കും നമ്മൾ. നമുക്ക് ഈ ചെളി മണ്ണിലാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. ഇപ്പോഴാണല്ലോ ഈ സംവിധാനങ്ങളൊക്കെ വന്നതല്ലേ? ഏകപ്പെട്ട പാമ്പുകളെല്ലാം ഉള്ളൂ. പാമ്പുകളുണ്ടോ? പാമ്പുകൾ ഭയങ്കരമാനുണ്ട്. അതുകൊണ്ട് നമ്മൾ 30 വർഷം കൊള്ളും പണിയെടുക്കാൻ. 30 വർഷമായി വന്നു തുടങ്ങിയിട്ടല്ലേ? 175 രൂപയ്ക്ക് അപ്പൻ്റെ ഒന്ന് കയറ്റി ഇറക്കുന്നത്. വന്ന സമയത്ത് ആ സമയത്തില് 30 കൊല്ലമായി ഞാൻ പണിയെടുക്കുക. ഇപ്പം ഈ പോലെ സമയത്തില ഈ എന്താ മഴ എന്താ വെള്ളം വന്നാലും ഇതിലെയാ കിടക്കുന്നത്. അധികം കൂടുതൽ തമിഴ്നാട്ടുകാരനാണ് ഡൂളി എടുക്കുന്നത്. തമിഴ്നാട്ടുകാരൻ ഇവിടുത്തെ പോലീസ് കൂടെ ഇവിടെ പടുക്കാൻ പറ്റില്ലെന്ന് പറയാം. അതൊക്കെ കൂടെ സംസാരിച്ചാൽ ഇതിലേ കിടക്കുന്നത്. അത് ശരി. ആ മച്ച് ഭയങ്കരമായ അട്ടയും പാമ്പും കിടക്കും. ഇപ്പോൾ ഒരുപാട് ഭേദമായില്ലേ? ഇതൊക്കെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളായല്ലോ. ഇപ്പോൾ ഒന്നുമല്ലെങ്കിലും ചെറിയ ചെറിയ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ സംഭവിച്ചിട്ടില്ല. അത് അയ്യപ്പന്റെ ശക്തിയാണ്. നമ്മളിവിടെ കിടക്കുന്നതുകൊണ്ട് ഈ മണ്ണിലാണ് ഇവിടെ വിരിച്ച് കിടക്കുന്നത്. ഇതെല്ലാം മൊത്തം കിടക്കും. നമ്മൾ സ്വാമികൾക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നത്. നമുക്ക് വേറെ താഴെ വന്ന് റൂമും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഒരു സൗകര്യം ഇവിടെ ഇല്ല. നമ്മൾ ചുമ്മാ ചുമക്കുന്നത് അവർക്ക് 250 അടയ്ക്കുന്നത്. നമ്മൾ ഒരു 10 ദിവസം ചുമക്കാൻ പറ്റും. കാലുവേദനയാവും. വീട്ടിൽ പോയിട്ട് 2-3 ദിവസം ഇരിക്കും. പിന്നെയും വന്ന് പണി എടുക്കും. എന്തായാലും പിള്ളേർക്ക് അടി മേടിക്കാനാണ് നമ്മൾ ഈ മഴയത്ത് ഇതിൽ കിടന്ന് നമ്മൾ കഷ്ടപ്പാടുപെടുന്നത്. എല്ലാ അയ്യപ്പനും എല്ലാം നല്ലപടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തെങ്കാശിക്കാരാണ്? എല്ലാവരും തെങ്കാശിക്കാർ. പല തെങ്കാശിക്കാരിപ്പുണ്ട്, കുമിളിക്കാരിപ്പുണ്ട്. എല്ലാവരും ഓരോ സ്ഥലം. കൂടുതലും തമിഴ്നാട്ടുകാരാണ്. കൂടുതൽ തമിഴ്നാട്ടുകാരാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ എടുക്കുന്നത് കേരളത്തിലെന്ന് ഒരു 30 ഡോളിക്കാരേ ഉണ്ട്. മിച്ചമെല്ലാം ഒരു 430 ഡോളിയും ഒരു ഡോളിക്ക് 400 വരും. അപ്പോൾ 430 ഡോളിക്കാരാണ് തമിഴ്നാട്ടുകാരാണ്. വേറെ ആരും ഇവിടെ എടുക്കത്തില്ല. ആമാം, അതേപോലെ സംഭവം നടക്കും. ഒരു തടം ആഹാരം കഴിക്കണമെങ്കിൽ 100 രൂപ വേണം. 100 രൂപയേ ഉള്ളൂ. എന്നിട്ട് ഈ അത് 500 രൂപ പിടിക്കുമോ? ഡോളി കിട്ടിനാലും കിട്ടാലും നമുക്ക് അതിനകത്ത് പൈസ കിട്ടും. അത്രയേ ഉള്ളൂ. സന്തോഷം. സ്വാമിയുടെ പേര്? സ്വാമിയുടെ പേര് എൻ പേര് കാശി. വയസ്സ് 54. 30 കൊല്ലമായി വരുന്നു അല്ലേ? 30 കൊല്ലം പണി. സ്വാമിയുടെ പേര്? വെള്ളത്തുറൈ. തെങ്കാശി തന്നെ. സ്വാമിയുടെ പേര്? മാരിത്തുറൈ. നിങ്ങൾ? സെൽവം. മുനീശ്വരൻ. മലൈക്കുടി. മുരുകൻ. ഇപ്പോൾ സന്തോഷം. ഓക്കെ. 400ഓളം ഡോളികളും 1500ഓളം തൊഴിലാളികളുമാണ് ഡോളി സർവീസിനായി ദേവസ്വം ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരിൽ കൂടുതലും തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു. അവരവരുടെ നാട്ടിൽ നിന്നുള്ള പോലീസിൻ്റെയും ഡോക്ടറുടെയും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ ദേവസ്വം ബോർഡ് ഡോളി ചുമക്കാനുള്ള പാസ് നൽകും. ഡോളിയുടെ ചെലവും ഇവർ വഹിക്കണം. ഏതാണ്ട് 14,000 രൂപയോളമാണ് ഒരു ഡോളിക്ക് തന്നെ ചെലവ് വരുന്നത്. അവർ പറയുന്നത് അവർക്കിതൊരു മരണജീവിതം പോലെയാണെന്നാണ്. പക്ഷേ അയ്യപ്പനെല്ലാം നോക്കിക്കോളുമെന്ന വിശ്വാസമാണവർക്ക്. നമുക്കറിയാം ഒരു തവണ മല കയറി ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതേസമയം 70-100 കിലോ ഭാരവും വഹിച്ച് 2-3 തവണ മല കയറി ഇറങ്ങുന്ന ഇവരുടെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പക്ഷേ ഭക്തജനങ്ങളിൽ നിന്നും അമിതമായ കൂലി ഇവരിൽ ചിലരെങ്കിലും ഈടാക്കുന്നുണ്ടെങ്കിൽ അതും അംഗീകരിക്കാനാവാത്തതാണ്. ഇതിനുള്ള കൃത്യമായ കൂലി ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ നിശ്ചയിക്കുക തന്നെ വേണം. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് കൊടുക്കുകയും വേണം. ശബരിമലയ്ക്ക് പോകുന്നവർ ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വഴിയരികിൽ തന്നെയാണ് ഇവർ കിടക്കുന്നതും ഇവരുടെ ബാഗുകളും മറ്റും തൂക്കിയിട്ടിരിക്കുന്നതും. ഇവർക്ക് കിടക്കാനും മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കും ഭക്ഷണത്തിനുമൊന്നും സൗകര്യമില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും വഴിയരികിൽ തന്നെ കിടക്കണം. ഇപ്പോൾ പിന്നെ നടപ്പന്തലുകൾ പലയിടത്തും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവർക്ക് ഇൻഷുറൻസോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. എന്തിന് മരിച്ചാലോ അംഗഭംഗം വന്നാലോ പോലും ഒന്നുമില്ല. ഇവർക്ക് നാട്ടിൽ പോയാലും കുനിഞ്ഞു നിവർന്നുമുള്ള മറ്റ് ജോലികൾക്ക് പോകാൻ പറ്റില്ല അത്രേ. പലർക്കും നടുവിനും മുട്ടിനും മറ്റും പ്രശ്നങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ വേറെയും. ഈ ഒരു സീസണിലെയും മാസത്തിൽ 5 ദിവസത്തെയും വരുമാനമാണ് ഇവരുടെ ഒരു വർഷത്തെ വരുമാനമാർഗം. അല്പം കൂലി കൂടുതൽ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവരിൽ പലരും ഈ ജോലിക്ക് വരുന്നത്. 30 വർഷത്തോളമായി സ്ഥിരമായി വരുന്ന തൊഴിലാളികൾ ഇവരുടെ കൂടെയുണ്ട്. മലകയറ്റത്തേക്കാൾ ബുദ്ധിമുട്ട് ഇറക്കമാണത്രേ. മഴയുണ്ടെങ്കിൽ തെന്നുകയും ചെയ്യും. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും തമ്മിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഇവരുടെ ന്യായമായ ആവശ്യങ്ങളും പ്രാഥമിക സൗകര്യങ്ങളും അടിസ്ഥാന കൂലികളും നിശ്ചയിച്ച് നടപ്പിലാക്കുക തന്നെ വേണം. കണ്ടപ്പോൾ കഷ്ടം തോന്നി. അവർ കിടക്കുന്ന ആ ഭാഗങ്ങളിൽ പലയിടത്തും ഇവർ കണ്ടില്ലെങ്കിൽ വരുന്നവർ മൂത്രമൊഴിച്ച് വയ്ക്കുകയും ചെയ്യും. ശരിക്കും ഒരു ദുരിത ജീവിതം തന്നെയാണ്.
പക്ഷേ അതേസമയം ഇതൊന്നും ഭക്തജനങ്ങളെ കൂടുതലായി ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ലൈസൻസായി കാണുകയും ചെയ്യരുത്. എന്തായാലും പ്രീപെയ്ഡ് ഡോളി സംവിധാനം നിലവിൽ വന്നാൽ ഓൺലൈനായോ ഇവിടെ നിന്നായോ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. പമ്പ, നീലിമല, വലിയ നടപ്പന്തൽ എന്നിവിടങ്ങളിൽ കൗണ്ടറുകളും ആരംഭിച്ചേക്കും. തീർച്ചയായും അതൊരു നല്ല കാര്യമാണ്. പരാതികൾ കുറയുകയും ചെയ്യും. അതേസമയം ഇവരുടെ മറ്റടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ വിഷയവുമായി കാണാം.